ശരിക്കും ഒരുപാട് മെമ്മറികൾ നമുക്ക് ലൈക് ചെറിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ലൈക് ക്ലാസ്മേറ്റ്സ്. എന്താ പറഞ്ഞേ? ഇവിടെ നിൽക്കാൻ. സ്കൂള് കഴിഞ്ഞു, യുവജനോത്സവം നിങ്ങൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ വളർന്ന് കോളേജ് വരെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് സെൻഡ് ഓഫും കാര്യങ്ങളൊന്നും അല്ല. ഇവർ ഓട്ടോഗ്രാഫ് മനസ്സിൽ എന്താ പറയാ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പോവാണ് ഓട്ടോഗ്രാഫിലൂടെ. അല്ല, എന്റെ 2 ഫ്രണ്ട്സാണ്. ഗേൾ ഫ്രണ്ട്സ് മാത്രമേ? ഓക്കെ, ബോയ്സ് ആയിട്ട് കൂട്ടുകൂടില്ല? ഇല്ല. ഞാൻ പലരെ പോലെ ഡ്രസ് മാറും പോലെ മാറാറില്ല. എന്ത്? എന്നെ ക്യാമ്പസിൽ വിളിക്കുന്നത് അറിയാം, റോമിയോ. റോമിയോ. ഓക്കെ, നിനക്ക് റോമിയോ അല്ല, ഇതിന് ഏറ്റവും ഫലപ്രദമായ മരുന്നില്ലേ ഹോമിയോയാ. അപ്പോ ഇന്നലത്തെ ഒരു ദിവസം മൊത്തം നിങ്ങൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഓട്ടോഗ്രാഫിലൂടെ നിങ്ങൾ എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി ആർക്കൊക്കെയാണ് ഇവർ ഈ ഓട്ടോഗ്രാഫ് കൈമാറാൻ പോണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. എഴുതിയോ? എഴുതി. നന്നായിട്ട് എഴുതിയോ? ആദ്യം ബിൻചേട്ടൻ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ടോ? ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ സെലിബ്രിറ്റി ആയതിനു ശേഷമാണോ? സെലിബ്രിറ്റി ആവണേക്ക് മുമ്പ് കേക്കട്ടെ. ഓട്ടോഗ്രാഫ് എഴുതി. അടിമാലി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ നാട്ടിൽ വന്ന് സിനിമാ നടന്മാരൊക്കെ ആദ്യമായിട്ട് വളരെ റയറായിട്ടാ വന്നെ. അപ്പൊ ഞാനൊരു സിഗരറ്റൻ കൂടിനകത്ത് ബാലേന്ദ്ര മേനോൻ അടിമാലി ഫെസ്റ്റിന് വന്നൊന്നുമില്ല, നീ എവിടെ ചെന്നാലും അടി കിട്ടും. അവിടെ ചെന്നപ്പോ ഞാൻ അദ്ദേഹം എഴുതി ഒരുപാട് സ്നേഹത്തോടെ ബാലചന്ദ്ര മേനോൻ എന്നെഴുതി. അതേപോലെ 10ാം ക്ലാസ്സിലെ എല്ലാ ഓട്ടോഗ്രാഫിലും ഞാനും അങ്ങനെ എഴുതിയ ഒരുപാട് സ്നേഹത്തോടെ ബിനു അടിമാലി അന്ന് ഞാൻ എഴുതിയായിരുന്നു. അതാണ് എന്റെ. അപ്പൊ എന്നിട്ട് ആ പിള്ളേരെന്നോട് ചോദിക്കുക, ചേട്ടാ ഇത് എന്തിനാ അങ്ങനെ എഴുതണം ബിനു? അങ്ങനെയല്ല എഴുതണ്ടേ, കുറെ ഡയലോഗ് കൂട്ടി എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും എഴുതില്ല, അങ്ങനെ മാത്രം. അതെ, ഒരു കാര്യം പറഞ്ഞിട്ട് ഇതൊന്നും കേട്ട് ഇവരുടെ അടുത്ത് ഞെട്ടല്ലെന്ന് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞോളൂ, ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ഇതൊക്കെ കേട്ട് ഞെട്ടുന്നതിന് ഇംഗ്ലീഷിൽ എന്താണ്? ഓട്ടോഗ്രാഫ് മാറ്റിട്ട് മനസ്സിൽ നിന്ന് വന്ന ആ ഒരു ലെറ്റർ അവന് ഓട്ടോ ചാർജ് കൊടുത്തത് വിദേശത്ത് വരുമ്പോ ഈ ഗൈഡായിട്ട് പോണ ആളുടെ കൂട്ടല്ലേ അപ്പറേ സ്ലമുക്ക് ഞാൻ കൊടുത്തത് ഒരു ബസ്സിലേക്കുള്ള ഭാര്യക്കായിരുന്നു. അങ്ങനെയല്ല, അവര് പിന്നെ ബസ്സിലേക്കുള്ള ഭാര്യ ആ പെണ്ണിനെ ഞാൻ ആദ്യം കൊടുത്തിരുന്നു. ശരി, ഞാൻ പെണ്ണിനോട് പറഞ്ഞ സ്ലംബുക്കിൽ കാട്ടിലെ കിളിയെ സ്നേഹിച്ചാലും നാട്ടിലെ കിളിയെ സ്നേഹിച്ചാലും ബസ്സിലെ കിളിയെ സ്നേഹിക്കുന്നു പറഞ്ഞു. പക്ഷെ അവളത് കേട്ടില്ല, അവൾ ബസ്സിലെ കിളിയെ സ്നേഹിച്ചു, കെട്ടി. ഇപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നു. നിന്നെ എങ്ങാനും കെട്ടിയായിരുന്നെങ്കിൽ അവസാനം പറഞ്ഞു നടക്കുന്നത്. ഷാഫിക്ക, ഓട്ടോഗ്രാഫ് കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളതോ മറക്കാത്തൊരു അനുഭവം? കിട്ടിയിട്ടുള്ളത് വളരെ അപൂർവമുള്ളൂ. കിട്ടിയ ഓർമ്മ പോലും അതൊക്കെ ആൺകുട്ടികളോടെ കിട്ടിയിട്ടുള്ളൂ. പെൺകുട്ടികൾക്ക് ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓട്ടോഗ്രാഫിനെ അതിൽ ഒരെണ്ണം ലവ് ലെറ്റർ ആയിപ്പോയോ എന്നുള്ള സംശയം കൊണ്ട് ആ കുട്ടി വീട്ടിൽ ചെന്ന് പറയുകയും ഉമ്മ പൊതിരെ തല്ലുകയും ചെയ്തു. എന്റെ ഉമ്മ എന്നെ തല്ലി, അല്ലാണ്ട് ആരാന്റെ ഉമ്മ വന്ന് ഇന്നെ തല്ലുവോ? അങ്ങനെ പിന്നീട് ഞാൻ പാട്ടിന്റെ രംഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഉഷാറായി വന്നു എന്ന് കണ്ടപ്പോൾ അന്ന് എന്നെ തല്ലു കുളിച്ച പെൺകുട്ടി പറഞ്ഞ് അന്ന് എനിക്ക് 8ഉം പുട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു ഷാഫിക്ക എഴുത്തന്ന്. അന്ന് ഞാൻ ഈ മനസ്സ് വായിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചറിയുന്നു. ഇപ്പോൾ എന്നോട് പഴയ ആ ഇഷ്ടമുണ്ടോന്ന് ഞാൻ പറഞ്ഞ് മുണ്ടോന്ന് ചോദിച്ചാ മുണ്ട്. ആ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാ മുണ്ട്. പക്ഷേ അത് മുണ്ടാൻ പറ്റൂല. മുണ്ടിയാലേ മുണ്ടാട്ടം മുട്ടിപ്പോവും. പിന്നെ ഇങ്ങോട്ട് വരാൻ കാലുണ്ടാവില്ല. അന്നത്തെ ആ ഒരു നൊസ്റ്റു ഒക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു 2 വരി പാട്ടായാലോ നമുക്ക്? അതൊന്നും ശ്രദ്ധിക്കാതെ. പള്ളിക്കൂടം ഉള്ളിലോർക്കെ തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ. പള്ളിക്കൂടം ഉള്ളിലോർക്കെ തുള്ളിച്ചാടും പുള്ളിമാനായി മനം മാറവേ. തുള്ളിമഴയിൽ മെല്ലെ നനയും തുമ്പികളായി നമ്മൾ തുമ്പികളായി ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ. ആ ജാലകവാതിലിലൂടെ അന്ന് കണ്ട കിനാവുകളാകെ നിറയുന്നേ പുലരുന്നേ പതിവായി നിറമലരായി
കലാലയം കലാമയം ആലോലമായി വിരാജിതം. കലാലയം കലാമയം ആലോലമായി വിരാജിതം. പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നുമെൻ്റെ അക്ഷരമാമര കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി. പ്രിയമോടൊന്നു കൂടെ തിരികെ വന്നു നിൽക്കാൻ കൊതിയായെന്നുമെൻ്റെ അക്ഷരമാമര കൊമ്പിലിരിക്കുന്ന പക്ഷികൾ കൂട്ടത്തിലായി. ആടിപ്പൊളി. ഞാൻ പറയാ എല്ലാരെയും കലാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അല്ലേ? ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. ഇക്കയ്ക്ക് എത്ര ആങ്ങളമാരെ കയ്യിൽ നിന്ന് ഇടിയിട്ടിട്ടുണ്ടെന്ന്. പ്രത്യേകിച്ച് അങ്ങനെ ആരോഗ്യമുള്ള ആങ്ങളമാരോ അല്ലെ ആങ്ങളമാരുള്ള പെൺകുട്ടികളോ പിന്നാലെ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് എന്റെ ആരോഗ്യത്തിൽ അന്നേ ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണോ വേണ്ട? ശരി.